ഹായ്, എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. എൻയോർക്ക് കമ്പനിയുടെ 3-in-1 ജംപ് സ്റ്റാർട്ടർ. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസമായി. ജംപ് സ്റ്റാർട്ടർ പേഴ്സണലായിട്ട് ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിലും ഒരു 2-3 പേരെ ഇതുണ്ടായിരുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അപ്പം ഇത് ബാക്കിയുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് 3-in-1 ജംപ് സ്റ്റാർട്ടറാണ്. അതായത് നമുക്കൊരു ഇൻഫ്ലേറ്ററുണ്ട്, ഒരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ ജംപ് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് പ്രോഡക്റ്റ് റിവ്യൂ ഒന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ എൻയോർക്കിൻ്റെ 3-in-1 ജംപ് സ്റ്റാർട്ടർ. ഇത് വരുന്ന നല്ല അടിപൊളി ഒരു കേസിങ്ങിലാണ് സാധനം വരുന്നത്. നമുക്ക് അങ്ങനെ താഴെ വീണാലൊന്നും ഇതിന് കംപ്ലയിൻറ്റ് വരുന്ന രീതിയിലുള്ളൊരു ബോക്സിങ് അല്ല, നല്ല അടിപൊളി കേസിങ്ങാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് അതിൻ്റെ ചാർജിങ് കേബിളാണ്. അത് നമുക്ക് മൊബൈലിൻ്റെ ചാർജറിലോ അല്ലെങ്കിൽ പോർട്ടബിൾ ചാർജറിലോ ചാർജ് ചെയ്യാം. ഇത് അതിൻ്റെ ജംപ് സ്റ്റാർട്ടർ കേബിളാണ്. ഇത് വെച്ച് ലോറിയുടെ ബാറ്ററി ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കാറ്, അങ്ങനെ ജീപ്പ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഉള്ളതാണ് ഒരു ടയർ ഇൻഫ്ലേറ്റർ. പിന്നെ ഉള്ളത് ആ ടയർ ഇൻഫ്ലേറ്ററിൻ്റെ കുറച്ച് അറ്റാച്ച്മെൻറ്റ്. ഇത് ആണ് ജംപ് സ്റ്റാർട്ടർ. ഇതിൻ്റെ ഇവിടെ കുത്തിയാണ് നമ്മൾ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഇതതിൻ്റെ റീചാർജിങ് പോർട്ടാണ്. കൂടാതെ ഇതിന് ഒരു ലൈറ്റ് ഫെസിലിറ്റി ഉണ്ട്. അതിനകത്ത് ഒരു ലൈറ്റിന് അത്യാവശ്യം വെട്ടമുണ്ട്. പിന്നെ പറഞ്ഞാൽ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്കിങ്, പിന്നെ ഒരു ഫ്ലിക്കറിങ് ലൈറ്റ്, ഇങ്ങനെ 3 ടൈപ്പ് ലൈറ്റാണ് ഇത് വരുന്നത്. ഈ ഓറഞ്ച് സ്ഥലത്താണ് നമ്മൾ ജംപ് സ്റ്റാർട്ടറിൻ്റെ കേബിൾ കുത്തേണ്ടത്. ഇത് കുത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പോസിറ്റീവ്, ഈ ചുമല പോസിറ്റീവിലും ഈ ബ്ലാക്ക് നെഗറ്റീവിലും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഓണാക്കേണ്ട കാര്യം പോലും ഇല്ല. നമ്മൾ കുത്തി കണക്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റാർട്ടാക്കുക. ഒരു സ്റ്റാർട്ടിൽ സക്സസ് ആയില്ലെങ്കിൽ പിന്നെ 1 മിനിറ്റ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമേ ഇത് വീണ്ടും ട്രൈ ചെയ്യാവുള്ളൂ. എന്നിട്ട് അത് ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. ഇത് ഭയങ്കര ഒരു നല്ല സാധനം. നമ്മുടെ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ബാറ്ററിയൊക്കെ തീർന്നാൽ വഴി കിടക്കാതെ നമുക്ക് പോകാൻ പറ്റും. അടുത്തത് ഇതിൻ്റെ ടയർ ഇൻഫ്ലേറ്ററാണ്. ഇതിവിടെ തൊട്ടിപ്പുറത്തുള്ള ഹോളിൽ ഇത് പിടിപ്പിച്ചിട്ട് നമ്മളിത് ഓണാക്കണം. ഓണായി വന്നു. നമുക്ക് ടയറിൻ്റെ കാറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 32 വെച്ചേക്കുന്നത്. ഇത് ഓണായി കഴിഞ്ഞാൽ ഇതുവഴി അത്യാവശ്യം കാറ്റ് വരും. ഇതിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ്. ഇതിനൊന്നും വേറെ ഡിവൈസ് മേടിക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ എല്ലാ പരിപാടിയും നടക്കും. അതുപോലെ ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മൾ USB കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ചാർജിങ്ങിലാകുന്ന കാണാം. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ആകുന്നുണ്ട് മൊബൈൽ. ഇത് ശരിക്കും ഒരു മൾട്ടിപർപ്പസ് ഡിവൈസാണ്. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നൊരു സാധനമാണ്. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ മേടിച്ചൊരു സാധനം മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടട്ടെ എന്നോർത്തൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 5500 രൂപയാണ്. ഇത് ആമസോണിലൊന്നും അവൈലബിൾ അല്ല. ഇതിൻ്റെ ഡീലറിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ നേരിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വിലയാണെങ്കിലും കുറച്ചൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പം നിങ്ങൾ ഇത് പറഞ്ഞ് നോക്കി മേടിക്കുക. താങ്ക് യു.